പിള്ളാട്ടെ നേഴ്സിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ നിങ്ങൾ ലൈവിൽ കണ്ടു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ യാത്ര പറഞ്ഞു പോയി മണിക്കൂറുകൾക്കകത്ത് കത്തിക്കരിഞ്ഞ് കരിക്കട്ട പോലെ അവളായി മാറിയ അനുഭവത്തിൽ ആ കുഞ്ഞ് ആ വല്യമ്മച്ചിയുടെ അടുക്കലിരുന്നുകൊണ്ട് കരയുന്ന കരച്ചിൽ, വാസ്തവത്തിൽ ഞാൻ 2 പ്രാവശ്യം അത് കണ്ടിട്ട് പിന്നെ ഞാനത് ഓഫ് ചെയ്തു. കാരണം എനിക്കത് കാണാനുള്ള ഹൃദയത്തിനുള്ള ബലമില്ല. ഒറ്റ നിമിഷം കൊണ്ട് 300-ലധികം ആളുകൾ ഫ്ലൈറ്റ് യാത്ര ചെയ്തവരെക്കാട്ടിൽ ആ ഫ്ലൈറ്റ് വന്ന് വീണ് ഒരു ഹോസ്റ്റൽ MBBS പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അടുത്ത കഷ്ടമനുഭവിക്കുന്ന അനേകരെ സഹായിക്കേണ്ട കുഞ്ഞുങ്ങൾ, ചികിത്സിക്കേണ്ട കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളുടെ ഒത്തിരി പ്രതീക്ഷയായ കുഞ്ഞുങ്ങൾ, അവർക്ക് MBBS കിട്ടാൻ വേണ്ടി നീറ്റ് പരീക്ഷയൊക്കെ എഴുതി അഡ്മിഷൻ കിട്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി നാളെ എൻ്റെ കുഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ എന്നുള്ള വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നവരുടെ എല്ലാ സ്വപ്നങ്ങൾ ചോറ് വാരി ഉണ്ടുകൊണ്ടിരിക്കുക. ചോറുണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന്, അപ്പോൾ സ്ഥലകാല ബോധമില്ലാത്ത മരണമെന്ന ആ ഭീകര മരണം ഏത് സമയത്തും ഏത് വിധത്തിലും നമ്മെ കവർന്നു പിടിക്കാം. പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ ഇന്ന് രാവിലെ വരെ ദൈവം നമ്മളെ സൂക്ഷിച്ചു. നമ്മുടെ കൂടാരങ്ങളിൽ മരണത്തിൻ്റെ തേർവാഴ്ച വെളിപ്പെടാതെ സംഹാരകൻ എൻ്റെയും നിങ്ങളുടെയും വീടിൻ്റെ വാതിക്കൽ വന്നു കാണും. നമ്മളറിഞ്ഞില്ല. പക്ഷെ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് അടയാളമായി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളെ വിടുവിച്ച ദൈവസ്നേഹമോർത്ത് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓരോ ആരാധനയും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ്. ആരൊക്കെ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിൽ പ്രാരംഭത്തിലൊക്കെ അല്പമായ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നത്തേത് നിശ്ചയമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കും. കാരണം നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. തൻ്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ട് വിടുവിക്കുന്നവനായ ദൈവമാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. നാം പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ വലിയ സംഭവങ്ങൾ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കാൻ പോകുകയാണ്. കടലിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു, കരയെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു, ആകാശത്തെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ലോകത്തിൻ്റെ മനോഹര വസ്തു വെളിപ്പെടാൻ പോവാ. എന്താ ലോകത്തിൻ്റെ മനോഹര വസ്തു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായ വെണ്മയും ചുമപ്പുമുള്ള പാപികളുടെ രക്ഷയ്ക്കായി പ്രാണത്യാഗം ചെയ്ത നമ്മുടെ യേശു കർത്താവ്. ഹല്ലേലൂയ. ഓ രബലമനഗദര ജലരബല ബൗഷാരമന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തീരത്തൊരു കപ്പൽ മുങ്ങിപ്പോകുന്നു. അതിനകത്തെ മാരക വിഷം കടലിൽ പകരുന്നു. മറ്റൊരു കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നു, തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്ലൈറ്റ് തകരുന്നു. 78 മിനിറ്റ് കൊണ്ട് 200 യുദ്ധ ഫ്ലൈറ്റുകൾ ഇറാനിൽ 150 പ്രധാന സ്ഥലങ്ങളിൽ തകർത്തു. അതിൻ്റെ തുടർ ചലനങ്ങളും യുദ്ധങ്ങളും ആരംഭിച്ചു. ലോകമെല്ലാം 2 ചേരിയിൽ മാറി നിന്ന് യുദ്ധം ചെയ്യാൻ പോകുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ദൈവമക്കൾ നിരാശപ്പെടല്ല. ദൈവമക്കളുടെ മുഖം പ്രത്യാശ കൊണ്ട് നിറയണം. എന്തിനാണെന്നറിയാമോ? നമ്മുടെ പ്രാണപ്രിയൻ, നമ്മുടെ ആത്മമണവാളൻ, നമ്മുടെ കാന്തൻ, നല്ല അല്ലി പറഞ്ഞേ, തൻ്റെ വിശുദ്ധ മണവാട്ടിയായ സഭയെ ചേർക്കാൻ. നമുക്കിവിടെ ഇനി മരക്കൊണ്ടാക്കാനും നുണ പറയാനും കൂട്ടിപ്പിടിപ്പിക്കാനും ഒന്നും നമുക്ക് സമയമില്ല. വല്ല വിധേനയും കർത്താവിനെ പ്രസാദിപ്പിച്ചോണം. ഒരു പാട്ടിലൂടെ, ഒരു ആരാധനയിലൂടെ, ഒരു പ്രസംഗത്തിലൂടെ, ഒരു വചനധ്യാനത്തിലൂടെ, ഒരു ഉപവാസത്തിലൂടെ ഒക്കെ കർത്താവിനെ പ്രസാദിപ്പിച്ചോണം. അവൻ അടുക്കൽ വാതിക്കലായിട്ടുണ്ട്.
നമ്മുടെ വിളക്കിൽ എണ്ണ നിറച്ചോണം. വിളക്കിൽ എണ്ണയില്ലാത്തവരെല്ലാം തള്ളപ്പെടുമ്പോൾ വിളക്കിൽ എണ്ണയുള്ളവരെ ചേർക്കുവാൻ യേശു വരാൻ പോകുകയാ. പ്രത്യാശയുള്ളവരെ കരമൊന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ. രാവിലത്തെ ശക്തമായ മഴയുടെ കാലാവസ്ഥ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആരും വരത്തില്ലെന്ന്. പക്ഷേ ഇത്രയും പ്രിയപ്പെട്ടവരെ കടന്നു വന്നല്ലോ. നിങ്ങളുടെ ഉള്ളത്തിലെ ആഗ്രഹം, മഴ നനഞ്ഞാലും വേണ്ടില്ല, അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കണം. നമ്മുടെ ഏക ലക്ഷ്യം എന്ന പോലെ കർത്താവിനെ ആരാധിക്കുകയാണ്. എവിടെയൊക്കെ ആരാധന വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം വിടുതൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 84 മുതൽ ഈ കഴിഞ്ഞ 10-42 വർഷം എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്, എൻ്റെ കാതുകൊണ്ട് കേൾക്കുകയാണ്, എൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കുകയാണ്. ഒന്നല്ല, ഒട്ടനവധി വിടുതലുകൾ. കാൻസർ മാറുന്നത്, ട്യൂമർ മാറുന്നത്, ലുക്കേമിയ മാറുന്നത്, മാനസിക രോഗികൾ വിടുവിക്കപ്പെടുന്നത്, വലിയ വലിയ ബന്ധനങ്ങൾ, കുരുക്കുകൾ, തലമുറയെ കുരുക്കിയ കുരുക്കുകൾ, നന്മയെ കെട്ടിയ കെട്ടുകളൊക്കെ അഴിക്കുന്ന യേശുവിനെ ഇന്ന് പകലും ആ കർത്താവ് നമ്മുടെ നടുവിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കൃപ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോടൊരു വാക്ക് പറയട്ടെ. ചില സാങ്കേതികമായ കാരണങ്ങളാൽ കഴിഞ്ഞ 2 മാസങ്ങളിലധികം ഞങ്ങൾക്ക് ലൈവ് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഈ ആഴ്ചയിൽ തുടരുകയാണ്. എങ്കിലും കുറേ കൂടെ കാര്യങ്ങൾ ഇന്നലെ ആദ്യമായിട്ട് തന്നെ സെറ്റ് ചെയ്തതുകൊണ്ട് ശബ്ദത്തിൻ്റെയൊക്കെ അതിൻ്റേതായ ചില പ്രയാസങ്ങളുണ്ട്. ലൈവിൽ കാണുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ സദ്യം ക്ഷമിക്കുക. 1-2 ആഴ്ചയ്ക്കകം ഇതെല്ലാം ക്ലിയർ ആകും. നിങ്ങളുടെ വലിയ പ്രാർത്ഥനാ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ മറ്റൊന്നും ആരോട് ചോദിക്കുന്നില്ല, നിങ്ങളുടെ പ്രാർത്ഥന. ഇത് കാണുന്ന ലൈവിലുള്ളവർക്കെല്ലാം ഒരു വിടുതൽ ഈ ആലയത്തിൽ വന്നിരിക്കുന്നവർക്ക് ലഭിക്കുന്നത് പോലെ തന്നെയുള്ള അതേ വിടുതൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിരുന്നു കൊണ്ട് കാണുന്നവർക്കും നിശ്ചയമായിട്ടുണ്ടാകണം. നിങ്ങളുടെയൊക്കെ ഒത്തിരി വിഷയങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. അതൊന്നും ഞങ്ങൾ ലൈവിൽ പറയത്തില്ല, പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ എല്ലാ ബുധനാഴ്ചയും ഇവിടെ രാവിലെ 10 മുതൽ 12:30 വരെ ശക്തമായ പ്രാർത്ഥന. എല്ലാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുന്ന വിഷയങ്ങളെല്ലാം ഇവിടെ ഏറ്റെടുത്ത് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞായറാഴ്ച പ്രഭാത ആരാധന. ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ എന്നെ വിളിച്ച് ചോദിച്ചു, ലിഫ്റ്റ് വെച്ചോ പാസ്റ്റർ? ഞാൻ പറഞ്ഞു വെച്ചില്ല ഡോക്ടറെ, എനിക്ക് വരണം. പക്ഷേ എനിക്ക് ആ സ്റ്റെപ്പ് അങ്ങോട്ട് കയറാൻ വയ്യാത്തതുകൊണ്ട് ലിഫ്റ്റ് വെക്കുന്നെന്ന് ഞാൻ വന്നോളാമെന്ന്. 2 പേരും ഡോക്ടർമാരാണ്. അപ്പോൾ അവർക്കൊക്കെ താല്പര്യം വരാൻ. രാവിലത്തെ അവർ പറയുന്നത് ഏറ്റവും നല്ലത് വെളുപ്പിനത്തെ ആരാധനയാണ്. രാവിലെ എണീച്ച് മറ്റെന്തിനുമൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ ഒരല്പസമയം കർത്താവിൻ്റെ പാദപീഠം വന്നിരുന്ന് കർത്താവിനെ ഒന്ന്, സന്തോഷമുള്ളവരൊക്കെ കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഭക്തനായ ദാവീദ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന ചില അപേക്ഷകൾ, അതിൻ്റെ വാക്യങ്ങളൊന്ന് വായിക്കാമോ? ശബ്ദമുയർത്തി. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെയായിരിക്കും നമുക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. എന്നെ എൻ്റെ കർത്താവ് ഇങ്ങനെ ഇത്രയും വലിയ പ്രശ്നങ്ങളിൽ കൂടെ നടന്നതൊക്കെ ഞാൻ കൃപയാൽ പലയിടത്ത് പോയി പല പ്രശ്നങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം അവരുടെയൊക്കെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കാർക്കും പ്രശ്നമൊന്നുമില്ല. ഒരല്ലേ പറഞ്ഞേ, നമ്മുടെ ഒന്നും പ്രശ്നമല്ല. പ്രശ്നം വലിയ വലിയ എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും എടുത്ത് ചുമന്നു മാറ്റാൻ കഴിയാത്ത ചുമട്, പെടലേക്ക് കയറിയിട്ട് തല ഉയർത്താൻ കഴിയാതെ ഭാരപ്പെടുന്ന അനേക പ്രാർത്ഥന സഹകാരികൾ എന്നോടൊപ്പമുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്കൊന്നും വലിയ പ്രശ്നമില്ല. നോക്കിയ രാജ്യം ഭരിക്കാൻ ഒരു രാജാവിനെ തിരഞ്ഞെടുത്തവൻ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റിയിട്ട് കാട്ടിക്കിടന്ന ഒരു ചെറുക്കനെ വിളിച്ചു വരുത്തി
അപ്പനും അമ്മയ്ക്കും സഹോദരന്മാർക്കും വേണ്ടാത്തവനെ, അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞേക്കുന്നത്. എൻ്റെ അപ്പനെയും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. ആർക്കും വേണ്ടാത്ത ഒരുത്തനെ പ്രവാചകൻ ചോദിക്കുകയാണ്, തനിക്ക് 7 പിള്ളേരേ ഉള്ളൂ, ഇനിയും പിള്ളേരൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ വളരെ വിമിഷ്ടത്തോടാണ് പറഞ്ഞ, ഒരുത്തൻ കൂടെ ഉണ്ട്. അവനെന്ത് ചെയ്യും? അവൻ ആടുകളെ കാട്ടി മേയിക്കുക. അപ്പോൾ അപ്പൻ്റെ പരിഗണന മാക്സിമം ഇവൻ എന്നോത്തിന് കൊള്ളാം. അപ്പൻ്റെ അതിനപ്പുറത്തോട്ട് ഇവനും ഗതിയൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ മറ്റേ 7 പിള്ളേരും മിടുക്കരാണ്. അവരെ പട്ടാളത്തിലൊക്കെ വിട്ട് അവർ നല്ല യോഗ്യന്മാരാണ്, വലിപ്പമുണ്ട്, പൊക്കമുണ്ട്, സൗന്ദര്യമുണ്ട്. പക്ഷേ ഇവനെ ഒന്നിനും കൊള്ളത്തില്ലെന്ന ഈ അപ്പൻ വിചാരിച്ച്, അമ്മ വിചാരിച്ച്, സഹോദരന്മാർ വിചാരിച്ച്. പക്ഷേ ദൈവം അവനെ കണ്ടു. ഇന്ന് പകല് പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ ലോകത്തിൽ ആരും പരിഗണിച്ചില്ലെങ്കിലും നിന്നെ കാണുന്ന ദൈവമുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടാൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആളയച്ചവനെ വരുത്താൻ പറഞ്ഞ, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തി ഭോജനത്തിന് ഇരിക്കത്തില്ലെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടാണെങ്കിലും അവൻ വന്ന് അവനെ ദൂരെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശൗമേലി വന്നിട്ട് ശൗമേലേ, ഞാൻ കണ്ടത് അവനെയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ഈ ശൗമേൽ കരഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥിച്ചെന്തിനെന്നറിയാമോ? എൻ്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ശൗലിനെ തെരഞ്ഞെടുത്തത് കൊണ്ട് ദൈവം ദുഃഖിച്ചു. ശൗമേൽ കരഞ്ഞു. ഉടനെ ദൈവം പറഞ്ഞു, ശൗമേലെ നീ കരയണ്ട, ഞാൻ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. ഒരല്ലേ പറഞ്ഞേ. ശൗമേൽ ഇപ്പം വിളിച്ചു വരുത്തിയപ്പോഴാണ് കണ്ടേ, പക്ഷെ ദൈവം നേരത്തെ കണ്ടു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവൻ, നീ പറയുന്നത് സാധ്യതയൊന്നുമില്ല, ഇനി അവൻ പഠിക്കത്തില്ല, ഇനി അവൻ ജയിക്കത്തില്ല, ഇനി അവൻ ജോലിക്ക് പോകത്തില്ല, ഇനി ഒരു ഭാവി ഉണ്ടാകത്തില്ല. പക്ഷെ സ്വർഗം പറയുന്നു, ഞാൻ ചിലതിനെ കണ്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവം കണ്ടാൽ ഓ രബലമന ദരജന രഗതമന രബശന്തരെ റൗഷസ്യ, ദൈവം ചിലതിനെ കാണുന്ന പകലെന്ന് പരിശുദ്ധാത്മാവ് തുടക്കത്തിലെ ദൂത് പറയുകയാ. ഹല്ലേലൂയ. ആട്ടിടയ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൂരേന്ന് വരുന്ന ഈ നല്ല യൗവനക്കാരനായ ഈ പയ്യനെ കണ്ടപ്പോൾ പുസ്തകം എഴുതിയിരിക്കുകയാണ്, കോമളരൂപി, സുനേത്രൻ, പവിഴ നിറമുള്ളവൻ. ഹലോ, വീട്ടിൽ കിടക്കുന്ന പിള്ളേരെ ബോൺവിറ്റായും ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ അടിച്ച് അപ്പൻ്റെ അമ്മയുടെ ലാളനെ കഴിയുക. കാട്ടിക്കിടക്കുന്നവൻ എന്നാ ബൂസ്റ്റാണ് കഴിക്കുന്നത്? പ്രൈസലോ. വീട്ടിലുള്ളവന് വെയിൽ കൊള്ളണ്ട, മഞ്ഞ് കൊള്ളണ്ട, മഴ കൊള്ളണ്ട, നല്ല സുഖമാ. കാട്ടിക്കിടക്കുന്നവൻ വെയിൽ കൊള്ളണം, മഞ്ഞ് കൊള്ളണം, മഴ കൊള്ളണം. പകലത്തെ മുഴുവൻ വെയിൽ, രാത്രിലത്തെ മുഴുവൻ മഞ്ഞ്, ഇതെല്ലാം കൊണ്ടു കിടന്നവൻ കയറി വന്നപ്പോൾ എങ്ങനെ ഇരുന്നെന്ന? കോമളരൂപി, പവിഴ നിറം. ദാവീദേ, നിനക്ക് എവിടുന്നാണ് ഈ സൗന്ദര്യം? ഒറ്റ ഉത്തരം, എന്നെ ഒരുത്തൻ കണ്ടായിരുന്നു. എൻ്റെ മേൽ അപ്പൻ്റെ ദൃഷ്ടിയില്ലായിരുന്നു, അമ്മയുടെ ദൃഷ്ടിയില്ലായിരുന്നു, പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ടായിരുന്നു. ദൈവദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞാൽ, നിന്റെ കൂടാരത്തിൽ ദൈവദൃഷ്ടി പതിഞ്ഞാൽ, നിന്റെ സ്ഥിതി മുഴുവൻ ടോട്ടലി ചേഞ്ച് ചെയ്യുവാൻ കഴിയുന്ന ഓ റബലമാനഗദേ റൗഷസൈഡരേ. വിശ്വസിക്കുന്നവർ നിന്റെ കുടുംബത്തിൽ ഒന്നിനെ ദൈവം കണ്ടിട്ടുണ്ടെന്ന്, നിന്റെ തലമുറയിൽ ഒന്നിനെ ദൈവം കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ രാവിലെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ നടുവിൽ അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് വലഞ്ഞിട്ട് ഇപ്പോൾ അവൻ പറയാണ്, ദൈവത്തിൻ്റെ അസ്ത്രങ്ങൾ എൻ്റെ മേൽ തറച്ചിരിക്കുന്നു, അത് ഹേതുവായി എൻ്റെ ദേഹത്തിന് സൗഖ്യമില്ല, എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല, അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കുമീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ തലയ്ക്കുമീതെ ചില ചുമടുകൾ. രാവിലെ നിങ്ങളോട് എന്ത് ദൂത് പറയണമെന്ന് കഴിഞ്ഞ രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞത്, കുഞ്ഞെ അവിടെ വന്ന് എല്ലാവരും കൈകൊട്ടുന്നു, പാട്ടുപാടുന്നു, അന്യഭാഷ പറയുന്നു, കരമുയർത്തുന്നു, പക്ഷേ പെടലിക്ക് ഭാരമേറിയ കനമേറിയ ചുമടുകൾ പലരുടെയും തോളിലുണ്ട്. അതിന്ന് പകൽക്കാലം തിരിച്ചു മടക്കി കൊണ്ടുപോകാതെ
ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ചുമടുകളെ ദൈവം എടുത്തു മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ, ഓ ഹല്ലേലൂയ, ഓ ആ ഏഴാമത്തെ വാക്യമൊക്കെ, അഞ്ചാമത്തെ വാക്യമൊക്കെ എന്നെ വളരെ ഇരുത്തി ചിന്തിപ്പിച്ചു. ചീഞ്ഞു നാറുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ച്. എന്റെ പോഷത്വം ഹേതുവായി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മളെങ്ങനെങ്കിലും ഒക്കെ ഒന്ന് നന്നായി ഒരുങ്ങി ഭവനമൊക്കെ ഒന്ന് നന്നായി ക്രമീകരിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഒരുക്കി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ മറുഭാഗത്തൊരു ശക്തി ചീഞ്ഞു നാറുന്നത് പോലെ നാറാൻ, പ്രൈസ് ദി ലോർഡ്, മാന്യമായി ജീവിക്കാൻ കൊതിക്കുന്നവന്റെ ഭവനത്തിൽ നാറ്റം വരുത്താൻ, അതുമൂലം തല കുനിയിക്കാൻ ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഞാൻ ഇടപെടാതെ ദുഃഖിച്ച് നടക്കുന്ന ഒരു സ്തോത്രം പറയണം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, കൂനിയിരിക്കുന്ന വിഷയങ്ങൾ, ചീഞ്ഞു നാറുന്ന വിഷയങ്ങൾ, എടുത്തു മാറ്റാൻ കഴിയാത്ത ചുമടുകൾ, ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്റെ മേൽ നിന്ന് എടുത്തു മാറ്റുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, കപ്പലപകടത്തെക്കാൾ, പ്ലെയിൻ അപകടത്തെക്കാൾ, ഇറാനിലെ യുദ്ധത്തെക്കാളൊക്കെ വലിയ പ്രശ്നം, നമ്മൾ ഓമനിച്ച് ലാളിച്ച് കൈപടരുന്നോ കാല് പടരുന്നോ ഒക്കെ വളർത്തും തലമുറകളെ മാരക ലഹരിക്ക് അടിമയാക്കിയിട്ട് അവനെ പുരയ്ക്കകത്ത് കയറി കഥകടച്ചിരുന്ന് എല്ലാവരും ഉണരുന്നതിന് മുമ്പേ അവൻ പുറലത്തെ ജനല് തുറന്ന് അതിൽ കൂടെ ചാടിപ്പോയി, പിന്നെ 2-3 ദിവസം വീട്ടിൽ വരാതിരുന്ന്, അങ്ങനെയൊക്കെയുള്ള നിലയിൽ അനേക മാതാപിതാക്കൾ കരയുകയാണ്. അവനല്ലത് ചെയ്യുന്നേ. ഒരു സ്തോത്രം പറഞ്ഞേ. അവനല്ലത് ചെയ്യുന്ന. അവൻ നല്ല ചെറുക്കനാ, അവൻ നല്ല പെണ്ണാ. ഒരല്ലുലിയെ പറയണം. അയ്യോ, ഒത്തിരി ശോഭനമായ ഭാവിയുള്ള കുഞ്ഞുങ്ങളാ. അവനെ ആരൊക്കെയോ ചതിച്ചതാ, അവനെ ആരൊക്കെയോ അകപ്പെടുത്തിയതാ. അവനെ അതിനകത്ത് അകപ്പെടുത്തി കഴിഞ്ഞത് കൊണ്ട് അതേ എരിഹോവിലേക്ക് പോയ യൗവനക്കാരൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടതുപോലെ പല കുഞ്ഞുങ്ങളെ അകപ്പെടുത്തിയേക്കുക. അവർക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ നിലവിളിക്കുകയാണ്, പുറത്തു പറയാൻ കഴിയാതെ. നല്ല കുടുംബങ്ങൾ, നല്ല സാധ്യതയുള്ള കുടുംബങ്ങൾ, 2-3 വണ്ടി, 2-3 വീട്, 2-3 നിലയുള്ള ഭവനം ഒക്കെ ഉണ്ട്. പക്ഷെ അനുഭവിക്കേണ്ടിയവനെ ആരൊക്കെയോ അകപ്പെടുത്തിയേക്കുക. നിരാവിലെ ആത്മാവ് പറയുന്നു, അകപ്പെട്ടു പോയ ചിലതിനെ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം വിടുവിക്കുമെന്ന് വിശ്വസിക്കുന്നവര്, ആ ലഹരിയുടെ മാസ്മര ലഹരിയിൽ അകപ്പെട്ടു പോയ ചിലതിനെയൊക്കെ എൻ്റെ ദൈവം വിടുവിക്കുന്ന പകല. ഓ ഹല്ലേലൂയ. ആരോട് പറയാനാ? ഭക്തൻ പറയുന്നു, എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു. അവർക്കറിയാവുന്ന നമ്പറിലെല്ലാം വിളിക്കുക. അവർ കേരളത്തിൽ വിളിക്കുന്നു, ബാംഗ്ലൂരിൽ വിളിക്കുന്നു, ഗൾഫിൽ വിളിക്കുന്നു. അറിയാവുന്ന പ്രാർത്ഥനക്കാരെ, ലൈവിൽ കാണുന്നവരെ, പ്രസംഗിക്കുന്നവരെ, പ്രാർത്ഥനാപരമുള്ളവരെ, ശുശ്രൂഷയുള്ളവരെ എല്ലാം വിളിക്കുക. വിളിച്ച് പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. അവന്റെ നെഞ്ചിടിക്കും. നിങ്ങളെ വാക്യം വായിച്ചോ? ആ ഇപ്പൊ പ്രാർത്ഥിക്കുകയല്ല, അലറുക. ഹലോ, രാത്രിയിലൊക്കെ എണ്ണീച്ചിരുന്ന് അറിയാതെ പരിസരം മറന്ന് വേദനിച്ചു വളർത്തിയ മാതാവ് പിതാവൊക്കെ അലറുക. എൻ്റെ അമ്മ 82 അലറി കേട്ടോ. അർത്ഥപ്രാണനായി രക്തം വാർന്നൊലിച്ച് റോട്ടിൽ കിടക്കുമ്പോൾ തലയെടുത്ത് മടി വെച്ചോണ്ട് എൻ്റെ അമ്മ ഒരു അലർച്ച അലറി. സ്വർക്കം ഞെടുങ്ങിപ്പോയി. എൻ്റെ കുഞ്ഞിനെ പിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമില്ലേ?
എന്ന് അലറി ചോദിക്കുമ്പോൾ നാട്ടുകാരപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് കൊഞ്ഞനം കൂത്തി. ഈ തള്ളയ്ക്ക് വേറെ പണിയില്ല. പക്ഷെ എൻ്റെ അമ്മയുടെ അലർച്ച സ്വർഗം കേട്ടു. നല്ല സ്തോത്രം പറയണം. ഇന്ന് രാത്രി മൗനമായി പ്രാർത്ഥിക്കേണ്ട വിഷയമുണ്ട്, ചെറിയ ശബ്ദത്തിൽ പ്രാർത്ഥിക്കേണ്ട വിഷയമുണ്ട്, ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയമുണ്ട്, മുട്ടേ നിന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയമുണ്ട്, കവണ് വീണ് കിടന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയമുണ്ട്. എന്നാൽ നിന്ന് പകൽ ഞാൻ പുതിയൊരു കാര്യമാണെന്ന് അലറി പ്രാർത്ഥിക്കേണ്ട വിഷയമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചില വിഷയങ്ങൾക്ക് നീ സാധാരണ പ്രാർത്ഥന പോരാ, അലറിക്കരയണം, അലറിക്കരയണം. തൻ്റെ ഭക്തന്റെ നിലവിളിക്ക് മറികടക്കാത്തൊരു ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര്, ഓ ഹല്ലേലൂയ, ആരോടൊക്കെയോ ദൈവാത്മാവ് രാവിലെ ഇടപെടുകയാ. ചില വിഷയത്തിന് മുമ്പിൽ പരിസരം മറന്ന് നീ ഒന്ന് അലറിക്കരയാൻ തയ്യാറായാൽ, ഓ റിബലബ ശബ്ദരാധര. പൈതൽ മരിക്കാൻ തുടങ്ങിയപ്പോൾ ഹാഗാറ് ഒരമ്പാട് ദൂരത്ത് മാറിയിരുന്നിട്ട് പൈതലിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ കരച്ചിലിന്റെ ശബ്ദം നിങ്ങൾക്കറിയാമോ? ഓ, അലറിക്കരഞ്ഞു. ഒറ്റ വിഷയം, എൻ്റെ കുഞ്ഞ്, ഞാൻ വളർത്തിയ കുഞ്ഞ്, ഞാൻ പാല് കൊടുത്ത കുഞ്ഞ്, ഞാൻ മാർപിടത്തിൽ ചേർന്ന് ചുംബിച്ച കുഞ്ഞ്, ഞാൻ തൊട്ടിയിലാട്ടി വളർത്തിയ കുഞ്ഞ്, ഞാൻ ചോറ് വാരിക്കൊടുത്ത കുഞ്ഞ് എൻ്റെ കൺമുമ്പിത്തെ തീരാൻ പോന്നു, നശിക്കാൻ പോന്നു. അത് കണ്ട അമ്മ പാശനി കരഞ്ഞെന്നല്ല, മുഖത്ത് പുരട്ടിയ പൗഡർ പോകാതിരിക്കാൻ ടിഷ്യൂ പേപ്പറോട് തൊട്ടിട്ട് കരഞ്ഞെന്നല്ല, അവൾ പരിസരം മറന്ന് മരുഭൂമിയെ ഞെടുക്കുന്ന അലറിക്കരഞ്ഞു. ഇന്ന് പകൽ ചില വിഷയത്തിന് മുമ്പിൽ നീ ഒന്ന് അലറിക്കരയാൻ തയ്യാറായ യോഗത്തിന് ആശീർവാദം പറയും മുമ്പേ ഒരലർച്ചയും ഒരു കരച്ചിലും. സ്വർഗത്തിലിരുന്ന ദൈവം പറഞ്ഞു, ഹാഗാറേ നീ കരയണ്ട, പൈതലിന്റെ നിലവിളി ഞാൻ ഒരല്ലലിയെ പറയണം. ഇന്ന് രാവിലെ ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, ദൈവം കേട്ട് കഴിഞ്ഞു. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ ഭാരങ്ങൾ, നിന്റെ നിലവിളികൾ ദൈവം കേട്ടെന്ന്. ഹല്ലേലൂയ. 9ഉം 10ഉം വാക്യം കൂടെ ഒന്ന് വായിച്ച് വേഗത്തിൽ. ആ ആ ആ ആ ശ്രദ്ധിച്ചേ. എൻ്റെ ആഗ്രഹമൊക്കെയും ഒരപ്പന് മക്കളെക്കുറിച്ച് ആഗ്രഹമുണ്ട്, ഒരമ്മയ്ക്ക് മക്കളെക്കുറിച്ച് പറഞ്ഞേ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. പഠിച്ച് ജയിക്കുന്നത് കാണാം, ജോലി കിട്ടുന്നത് കാണാം, വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കുന്നത് കാണാൻ, അവരുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മടിയിലിട്ട് വളർത്തുന്നത് കാണാൻ, അവരൊരു വീടൊക്കെ വെച്ച് താമസിക്കുന്നത് കാണാൻ, അവരുടെ വീട്ടിൽ പോയി നമ്മളും 2 ദിവസം അവരുടെ കൂടെ പാർക്കുന്നത് കാണാൻ ആഗ്രഹമില്ലാത്ത ആരാ? ഹലോ, നമ്മുടെ കുഞ്ഞ് പുസ്തകം കൊണ്ട് പ്രസംഗിക്കാൻ പോകുന്നത് കാണാൻ, അവനെ സ്റ്റേജുകളിൽ നിൽക്കുന്നത് കാണാൻ, അവൻ പ്രസംഗിക്കുമ്പോൾ 1000 വിടുവിക്കപ്പെടുന്നത് കാണാൻ ആഗ്രഹമില്ലാത്തത് ആരാ? ഒരു സ്വത്രം പറഞ്ഞേ. നാട്ടുകാരെ പറയാം അവൻ മന്ദബുദ്ധിയ, ടീച്ചർ പറഞ്ഞു ഇവനെ ഒന്നിനും കൊള്ളത്തില്ല, ഹെഡ്മാസ്റ്റർ പറഞ്ഞു ഇഞ്ഞോ ഈ സ്കൂളിലോട്ട് ഇവനെ ഇനിയും വിടണ്ട. ഹലോ, അവൻ വന്നാൽ ഭയങ്കര ശല്യ, അവനെ ഈ സ്കൂളിലോട്ട് വിടണ്ട. അപ്പം ഹെഡ്മാസ്റ്റർക്ക് അവനെ വേണ്ട, ക്ലാസ് ടീച്ചർക്ക് അവനെ വേണ്ട, നാട്ടുകാർക്ക് അവനെ വേണ്ട. സ്വർഗം പറഞ്ഞു എനിക്ക് അവനെ വേണം. നിനക്ക് വേണ്ടാത്ത ചിലതിനെ ദൈവത്തിന് വേണം. ആഗ്രഹം നിനക്കുണ്ടോ? ഓ ഹല്ലേലൂയ. ഈ രാവിലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇപ്പൊ ഭക്തൻ പറയാണ്, എൻ്റെ ആഗ്രഹം ഞാൻ ഇനി ആരോടും പറയുന്നില്ല, എൻ്റെ ആഗ്രഹം ഞാൻ ഇനി ആരോടും, എൻ്റെ ആഗ്രഹം നിന്റെ മുമ്പിലിരിക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ ദൈവം പറഞ്ഞു എൻ്റെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ സ്തോത്രം പറയണം.
ഭക്തൻ പറഞ്ഞ എൻ്റെ ആഗ്രഹം നിന്റെ മുമ്പിലിരിക്കുന്നു. സ്വർഗം പറഞ്ഞ എൻ്റെ ഭക്തന്റെ ആഗ്രഹങ്ങളെ ഞാൻ നിവർത്തിക്കുന്ന ദൈവമാ. ഇന്ന് രാവിലെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ? ദൈവം ആ ആഗ്രഹത്തെ നിവർത്തിക്കാൻ പോവുകയാ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ചില മാതാപിതാക്കളുടെ ഇന്ന് പകൽക്കാലം വരെ നിവർത്തിക്കപ്പെടാതെ കിടക്കുന്ന ചില ദൈവിക വാഗ്ദത്തങ്ങള് ഇപ്പൊ നോക്കിയേ, നെഞ്ചിടിക്കുന്നു, വശം കെട്ടിരിക്കുന്നു, കണ്ണിന്റെ വെളിച്ചവും ഇല്ലാതെയായി, സ്നേഹിതന്മാരും കൂട്ടുകാരുമെല്ലാം മാറി നിൽക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറയണം. നമ്മൾക്ക് സമയം വരുമ്പോൾ പല സ്നേഹിതരും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ മാറി നിൽക്കും. എന്തിനാണെന്നറിയാമോ? എന്ത് ഭവിക്കും എന്ന് കാണാൻ. ഇന്ന് രാവിലെയും നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെ നോക്കി എന്ത് ഭവിക്കുമെന്ന് കാണാൻ നോക്കി നിൽക്കുന്ന സ്വന്തങ്ങൾ, ബന്ധങ്ങൾ, സ്നേഹിതര്, കൂട്ടുകാരുണ്ട്. ഒന്നും ഭാരപ്പെടരുത്. അവരാരും നിന്നെ സഹായിക്കണ്ട. സഹായിക്കാൻ കരുത്തുള്ള ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ. എത്ര പേര് ഈ രാവിലെ ആത്മാവിനെ ദൂതേറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി, ഓ ഹല്ലേലൂയ. കെണി വെക്കുന്ന സ്നേഹിതന്മാർ. ശ്രദ്ധിച്ചേ, അടുത്ത വാക്യം എന്തുവാ? കെണി വെക്കുന്ന സ്നേഹിതന്മാർ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണി വെക്കുന്നു. അനർത്ഥം അന്വേഷിക്കുന്നവർ മനസാവാച അറിയാത്ത കാര്യം എല്ലാം അങ്ങ് പറഞ്ഞോളുക. നമ്മളെ വിളിച്ചു ചോദിക്കുക, അച്ഛാ മറുപടി പറയുന്നില്ലേ? അച്ഛാ ഇത് കേട്ടോണ്ടിരിക്കുകയാണ് പൊട്ടനെ പോലെ. അവനെ വിളിച്ച് രണ്ടെണ്ണം പറയച്ച. ഹലോ, അവൻ നമ്മളെ ചൂടാക്കുക, നമ്മുടെ രക്തം തിളപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ മറുപടി പറയണ്ട. നീ മറുപടി പറഞ്ഞാൽ പിന്നെ ദൈവം മറുപടി പറയത്തില്ല. നീ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദൈവം പ്രവർത്തിക്കത്തില്ല. നീ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കണം. നല്ല സ്തോത്രം പറഞ്ഞേ. നിന്റെ ദൈവം പ്രവൃത്തി ആരംഭിച്ചാൽ തടയാനൊന്നും ആരെ കൊണ്ടും കഴിയത്തില്ല. എത്ര പേര് അവരെ വിശ്വസിക്കുന്നുണ്ട്? നിനക്കെതിരെ കെണി വെക്കുന്നവര്, കുരുക്ക് വെക്കുന്നവര്, വേണ്ടാതനം പറയുന്നവര് കേൾക്കുമ്പോൾ നിന്റെ പ്രഷറെല്ലാം കൂടെ കൂടരുത്. നീ എന്നേരം മുഴങ്കാലെ നിന്നോണം. ദൈവം ഇടപെടും. ആരോടൊക്കെയോ വ്യക്തമായി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ തകർച്ച കാണാൻ കൊതിക്കുന്ന സ്നേഹിതർ, നിനക്ക് കെണി വെക്കുന്ന കൂട്ടുകാര്, മാറി നിൽക്കുന്ന സഹോദരങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ ഏറ്റെടുത്ത് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, പതിനഞ്ചാമത്തെ വാക്യം. അടുത്ത വാക്യം കൂടെ. അവരെന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ കാൽ വഴുതുമ്പോൾ അവരെന്റെ നേരെ വമ്പ് പറയുമല്ലോ. നിങ്ങൾ ഞാൻ പ്രത്യാശ. മതി, ഞാൻ വേഗം നിർത്താൻ പോവുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചേ, മുളത്തെ വാക്യങ്ങളെല്ലാം പ്രശ്ന സങ്കീർണമായ വാക്യം. കൂനിയിരിക്കുന്നു, കുനിഞ്ഞിരിക്കുന്നു, തലേ ഭാരം കയറിയിരിക്കുന്നു, അലറിക്കരയുന്നു, അസ്ഥികളിൽ വേദനയായിരിക്കുന്നു, രോഗമായിരിക്കുന്നു, എല്ലാം വായിച്ചാൽ ആകെ പ്രശ്നങ്ങളാണ്. പക്ഷെ 15-ാം വാക്യം വന്നപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ഞാൻ അതുകൊണ്ട് നിരാശപ്പെട്ട് അടുത്ത ആഴ്ച തൊട്ട് യോഗത്തിന് പോകുന്നില്ല, ഞാൻ ഇനി ദൈവത്തെ ആരാധിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് പെരേ കയറി കഥകടച്ചിരുന്നല്ല. ആ മനുഷ്യൻ പറയാണ്, ഞാൻ പറഞ്ഞേ ഉറക്കെ പറ, ഞാൻ ദൈവത്തിങ്കൽ, ഒന്ന് പറഞ്ഞ എല്ലാവരും, ഞാൻ ദൈവത്തിങ്കൽ ഞാൻ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിനക്ക് വരുമെന്ന് വിശ്വസിക്കുന്നവര്, തകർച്ചയുടെ നടുവിൽ പണിയുന്നൊരു ദൈവം. ഓ, ഇന്ന് പകൽ വ്യക്തമായി പരിശുദ്ധാത്മ പറയുകയാണ്, 1000 പ്രശ്നങ്ങളുടെ നടുവിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ സ്നേഹിതരില്ല, കൂട്ടുകാരില്ല, ബന്ധങ്ങളില്ല, സ്വന്തങ്ങളില്ല, എല്ലാം തനിക്കെതിരായി. രോഗം, അകൃത്യം, അസ്ഥികളി വരൾച്ച, ബാധ പിടിച്ചതുപോലെ
കൂടി തലയിൽ ചുമട് വെച്ചതുപോലെ ഒക്കെ ഇരിക്കുന്ന ഭക്തൻ പറയുകയാണ്, ഞാൻ എൻ്റെ ആഗ്രഹമെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ വെച്ചു. ഇപ്പൊ ഞാൻ വളരെ പ്രത്യാശയുള്ളവനാ. ഇന്ന് രാവിലെ എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എന്റെ കർത്താവ് വിടുതൽ തരും. എന്റെ ദൈവം എന്റെ തലമുറയെ വിടുവിക്കും. എന്റെ ദൈവം എന്റെ തലമുറയ്ക്ക് വഴി തുറക്കും. ഓ, എന്റെ ദൈവം എന്റെ ഞെരുക്കങ്ങൾ മാറ്റും. എന്റെ ദൈവം എന്റെ ശൂന്യതകൾ മാറ്റും. എന്റെ ദൈവം എന്റെ അപമാനം മാറ്റും. എന്റെ ദൈവം എന്റെ കഷ്ടതയ്ക്ക് വിരാമം കുറിക്കും. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യും. വിശ്വസിക്കുന്നവര് മാത്രം. ഓ ഹല്ലേലൂയ. വീഴാതെ നിൽക്കേണ്ടതിന്, തകരാതെ നിൽക്കേണ്ടതിന്, മുൻപിൽ ഇനിയും ഓട്ടമോടി തികയ്ക്കേണ്ടതിന് ചില പ്രിയപ്പെട്ടവരുടെ ഉള്ള നിരാശകളെ രാവിലെ ദൈവം മാറ്റിയിട്ട് അകത്തൊരു വലിയ പ്രത്യാശ തരാൻ പോകുകയാണ്. ഓ, മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കും. അതോടെ ഇതൊക്കെയും, ഏതൊക്കെ? സമാധാനമാണോ വേണ്ടിയേ? അതൊക്കെ. സൗഖ്യമാണോ വേണ്ടിയേ? അതൊക്കെ. തലമുറ വിടുതലാണോ വേണ്ടിയേ? അതൊക്കെ. സാമ്പത്തിക നന്മയാണോ വേണ്ടിയേ? അതൊക്കെ. ഒരു ജയമാണോ വേണ്ടിയേ? അതൊക്കെ. കുടുംബജീവിതത്തിലെ സന്തോഷമാണോ വേണ്ടിയേ? അതൊക്കെ. ഇതൊക്കെ ഏതൊക്കെ വേണ്ടിയേ? നിനക്ക് എന്തൊക്കെയാ വേണ്ടി? അതെല്ലാം ആദ്യം നീ ദൈവത്തിൽ ആശ്രയിക്കണം. മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്ക്. അതോടുകൂടി ഇതൊക്കെയും ആരോട് വ്യക്തമായി പറയുകയാണ്, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഓ, എന്റെ ഈ ചെറിയ ആയുസിലെ ഞാൻ ലോകപരമായും ജീവിച്ചവനാ, ആത്മീകമായും ജീവിച്ചവനാ. എൻ്റെ ഈ ചെറിയ ജീവിതത്തിലെ ദൈവം പഠിപ്പിച്ച ഒരു പാഠം, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. നീ എന്തെല്ലാം ചെയ്താലും അവന്റെ പ്രസാദമൊക്കെ ആവശ്യം കഴിയുമ്പോൾ മാറിപ്പോ. ഒരാളെ പ്രസാദിപ്പിക്കണം. സ്തോത്രം പറയാമോ? അതുകൊണ്ടാ പറഞ്ഞത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ. മനുഷ്യരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, കുതിരകളിൽ ആശ്രയിക്കരുത്, രഥങ്ങളിൽ ആശ്രയിക്കരുത്. ആശ്രയിക്കുന്നെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചാൽ തക്ക കാലത്ത് നീ ഫലം കായ്ച്ചിരിക്കും. നിന്റെ ഇല വാടത്തില്ല. നിന്റെ വേര് ആഴമേറിയ ജലത്തിലേക്ക് ഒഴുകിച്ചില്ല. മാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ ഒരു വൃക്ഷം പോലെ ദൈവം നിന്നെ ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവര്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ വരും. ആരാധിക്കാൻ പോയ മനുഷ്യരെന്നെ പറയും, അവരെന്നോ ചിന്തിക്കും, ഇവരെന്നോ ചിന്തിക്കും. അവരെന്തേലുമൊക്കെ ചിന്തിക്കട്ടെ. നീ ദൈവത്തിൽ ആശ്രയിച്ചോണം. ഒരു മനുഷ്യനെയും പ്രസാദിപ്പിക്കല്ല, ഒരു മനുഷ്യരിലും ആശ്രയിക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞേ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചു. അവരെന്തോ പറ്റി? കുനിഞ്ഞ് വീണുപോയി. മനുഷ്യരിൽ ആശ്രയിക്കുന്നവനും കുതിരകളിൽ ആശ്രയിക്കുന്നവനും ഒക്കെ കുനിഞ്ഞ് വീണുപോയി. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവൻ നിവർന്നു നിൽക്കും, നിവർന്നു നിൽക്കും. സ്തോത്രം പറഞ്ഞേ. ദൈവം ചിലരെ നിവർത്തി നിർത്താൻ പോകുകയാണ്. നിന്റെ ആങ്ങളെ പറഞ്ഞ് നിവരത്തില്ലെന്ന്, നിന്റെ പെങ്ങള് പറഞ്ഞ് നിവരത്തില്ലെന്ന്, നിന്റെ അമ്മായിയപ്പൻ പറഞ്ഞ് നിവരത്തില്ലെന്ന്, നിന്റെ നാട്ടുകാർ പറഞ്ഞ് നിവരത്തില്ലെന്ന് ദൈവം പറഞ്ഞ് നിവരെ നിർത്താൻ പോകുകയാണ്. കാരണം ആശ്രയിച്ചത് എന്നെയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
ഇന്ന് രാവിലെ പൂർണ്ണമായി ദൈവത്തിലൊന്ന് ആശ്രയിച്ച് നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ചില ദൈവിക പ്രവൃത്തികൾ നിന്റെ കൂടാരത്തിന്റെ ഉള്ളിൽ വെളിപ്പെടുത്തി, ലൈവ് കാണുന്നവരുടെ കൂടാരത്തിൽ വെളിപ്പെടുത്തി. ഓ ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. യഹോവേ, ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നീ എനിക്ക് ഉത്തരമരുളും. സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാവിലെ ചോദ്യങ്ങൾക്ക് മീതെ ചോദ്യങ്ങൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. പക്ഷെ ദൈവം രാവിലെ പറയുന്നു, ഞാൻ ഉത്തരമരുളും. വിശ്വസിക്കുന്നവരും മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഞാൻ നിനക്ക് ഉത്തരമരുളും. ഓ, രക്തത്താലെ ജയം, വചനത്താലെ ജയം. ഓ, ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾക്ക് രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ നിനക്ക് ഉത്തരമരുളും. നമ്മുടെ ഒരു പ്രിയ പൈതൽ സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലായിരിക്കുന്നു. നമുക്ക് ആ മോന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആ മോനെ വേഗത്തിൽ സൗഖ്യമായി. അവൻ്റെ വെല്ലുമ്മച്ചി കൂടെയുണ്ട്. അവര് നാളെ തന്നെ ഡിസ്ചാർജായി ഭവനത്തിൽ വരണം. ഈ പകലത്തെ ആരാധന അവന് വിടുതലാകണം. ഞാനിവിടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അവൻ്റെ പേരറിയാമല്ലോ. നമ്മുടെ പൈതലിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കും. ഇന്ന് പകല് നമ്മുടെ പ്രിയ സൂസൻ സിസ്റ്റർ മോനുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ ആരാധിക്കും. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവന് വിടുതൽ വേണം. അവന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം അവനെ ഉപയോഗിക്കും. അവൻ്റെ മേൽ ഒരു വലിയ വിടുതൽ പകരും. നാളുകളായ കുഞ്ഞിന്റെ ഭാവിക്ക് വിരോധമായി നിൽക്കുന്ന പോരുകൾ ദൈവം അഴിക്കും. വിശ്വസിക്കുന്നവർ അല്പനിമിഷം ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഇന്ന് പകൽ ആഴമായ ചില ദൈവിക പ്രവൃത്തികൾ. ഓ, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ! അഴിയട്ടെ, ചില കുരുക്കുകൾ അഴിയട്ടെ, ചില കുരുക്കുകൾ അഴിയട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില പോരുകൾ അഴിയട്ടെ. ബുദ്ധിയെ കെട്ടിയ, നന്മയെ കെട്ടിയ, അകപ്പെട്ടു പോയ ചില മണ്ഡലങ്ങളിൽ ഇന്ന് പകൽക്കാലം അവന്റെ മുറിവിൽ എണ്ണ പകരട്ടെ, മുറിവിൽ എണ്ണ പകരട്ടെ. ഓ, അവന്റെ വായിൽ വീഞ്ഞ് പകരട്ടെ. അവന് പുതിയ വസ്ത്രം ധരിക്കട്ടെ. ഒരു സങ്കേത നഗരം പോലെ, സങ്കേത നഗരം പോലെ. ഉടബലവ ശബ്ദരാധന. ഹല്ലേലൂയ! ജീബാലമനെ രഗൽ കനാദുരേ വച്ച സൈഡരെ ദിഗൽ കനാദര റിഗാബബാരബ ശബ്ദര. ഹല്ലേലൂയ! വീട്ടിൽ അനേച്ഛാ സഹിതം നമ്മുടെ അനേക പ്രിയപ്പെട്ടവര് കഷ്ടത്തിൽ, രോഗത്തിലായിരിക്കും. നമുക്ക് ഈ പകൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രത്യാശിച്ചേ, അകത്ത് പ്രത്യാശ വർദ്ധിച്ചേ. എനിക്ക് അവന് ഉത്തരമരുളും. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, എന്റെ നിലവിളി കേട്ടിരിക്കുന്നു, എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എനിക്ക് ദൈവം ഉത്തരമരുളും. ഇന്ന് പകൽക്കാലം ഉത്തരം അയച്ചിരിക്കുകയാണ്, മറുപടി അയച്ചിരിക്കുകയാണ്, വിടുതൽ അയച്ചിരിക്കുകയാണ്. വിശ്വാസത്തോടെ ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഓ, നിത്യനിയമത്തിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ഞങ്ങളുടെ കർത്താവേ, ഈ രാവിലെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന അവിടുത്തെ പുണ്യാക രക്തം ആ ചങ്കിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ തിരുരക്തത്താൽ നിന്റെ ജനത്തെ ഇപ്പോൾ വിടുവിക്കണമേ. ആ രക്തം കൊണ്ട് ഒന്നുകൂടെ അവരെ കഴുകണമേ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ചില കഷ്ടതകൾ
പടി വിട്ടിറങ്ങിപ്പോന്ന പോലെ ഇറങ്ങിപ്പോകട്ടെ. ചില രോഗങ്ങൾ വീട് വിട്ടിറങ്ങിപ്പോകട്ടെ. ചില ശാപങ്ങൾ വീട് വിട്ടിറങ്ങിപ്പോകട്ടെ. ചില പാരമ്പര്യ രോഗങ്ങൾ, ചില ശാപ ശക്തികൾ, ചില ആഭിചാര ശക്തികൾ, ചില മന്ത്രവാദ ശക്തികൾ, ചില അന്യാരാധന ശക്തികൾ, ചില പൂജാ ശക്തികൾ യേശുവിൻ നാമത്തിൽ കൂടാരങ്ങൾ വിട്ടിറങ്ങിപ്പോകട്ടെ. ഇപ്പോൾ ജനം വിടുവിക്കപ്പെടട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അർത്ഥാരമനം വൈഡം ഭ്രമണം ദൂരക ഘട്ടം വേദിക ജാലം അങ്ങയുടെ ദാസൻ ഏലിയാവ് പറഞ്ഞല്ലോ, ഞാൻ നിന്റെ ദാസനെന്നും ഇതൊക്കെയും നീ പറഞ്ഞിട്ട് ഞാൻ ചെയ്തുവെന്നും ഈ ജനം അറിയേണ്ടതിന് ഇപ്പോൾ സ്വർഗത്തിന് തീ ഇറങ്ങി ഈ യാഗത്തെ ദഹിപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ തീ ഇറങ്ങി യാഗമൃഗത്തെയും വിറകിനെയും യാഗപീഠത്തെയും തോട്ടിലെ വെള്ളത്തെ വറ്റിച്ചതുപോലെ ഇന്ന് രാവിലെ കർത്താവിന്റെ തീ ഇവിടെ ഇറങ്ങട്ടെ. ഈ ജനത്തിന്റെ കൂടാരങ്ങളിൽ, അവരുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം, നന്മയ്ക്കായ ഒരടയാളം, നന്മയ്ക്കായ ഒരടയാളം നിന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ. നീതിമാന്റെ അവകാശങ്ങളുടെ മേൽ കൂട്ടം വെച്ച സകല ചെങ്കോലുകൾ നിരാവിലെ ആത്മാവിന്റെ അധികാരത്തിൽ ഒടിഞ്ഞു മാറട്ടെ. ജനം വിടുവിക്കപ്പെടട്ടെ. ഇവിടെ ഉള്ളവരും ലൈവിൽ കാണുന്നവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ നീപ്പം സാരമില്ല. മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ നീപ്പം സാരമില്ല. ഒന്നിച്ചു നാം അതിടുമ്പോൾ, ഒന്നിച്ചു നാം അതിടുമ്പോൾ വന്മതിൽ വീഴും കൽച്ചുവട്ടിൽ, വന്മതിൽ വീഴും കൽച്ചുവട്ടിൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. അഗ്നി നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ കൂടെയുണ്ട്, സർവശക്തൻ എൻ്റെ കൂടെയുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. 4 നാളായാലും മാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കത്തൻ വരും. 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കത്തൻ വരും.
വിശ്വസിച്ചാൽ മഹത്വം കാണും. വിശ്വസിച്ചാൽ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. ഒരിക്കൽ കൂടി കാണുന്നു ഞാൻ വിശ്വാസത്താൽ വിശ്വാസത്തോടെ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഓ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. ശക്തി